എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ഞാൻ ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ 9ാമത്തെ ചാപ്റ്ററായ നിങ്ങൾക്കുള്ള രഹസ്യം ആണ് വായിക്കുന്നത്. ഇതിലെ ഒരു സബ് ടൈറ്റിലായ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധം ഉണ്ടാവണം, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ തുടർന്ന് വായിക്കുകയാണ്. എങ്ങനെയാണ് കൂടുതൽ ബോധവാനാവുക? അതിനുള്ള ഒരു വഴി ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോൾ എന്നിലുള്ള വികാരാനുഭവം എന്താണ് എന്ന് സ്വയം ചോദിക്കുക എന്നതാണ്. നിങ്ങൾ ചിന്തിക്കുമ്പോഴെല്ലാം ഇപ്പോൾ എന്ന അവസ്ഥയെക്കുറിച്ചുള്ള ബോധത്തിലേക്ക് സ്വയം കൊണ്ടുവരിക. ദിവസവും 100 കണക്കിന് തവണ ഇത് ആവർത്തിക്കുക. എന്തുകൊണ്ടെന്നാൽ ഓർക്കുക, നിങ്ങളുടെ ശക്തി എന്നത് നിങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ബോധമാണ്. ഓർക്കാൻ ഓർമ്മിക്കുക എന്ന വാക്കുകളിലൂടെ മൈക്കൽ ബെർണാഡ് ബെക്ക്വിത്ത് ശക്തിയെക്കുറിച്ചുള്ള അവബോധം എന്ന ആശയത്തിൻ്റെ ആകെത്തുക വ്യക്തമാക്കുന്നു. ഈ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ തീം സോങ് ആയി മാറിയിരിക്കുന്നു. ഇതെല്ലാം ബ്രോണ്ടയുടെ വാക്കുകളാണ് കേട്ടോ. നിങ്ങൾക്കും ഇത് പരീക്ഷിക്കാം. എൻ്റെ മനസ്സ് നിയന്ത്രണം വിട്ടു പോവുകയും നിലവിട്ട് പെരുമാറുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ സ്വയം കൂടുതൽ ബോധം നേടുന്നതിനും അതിലൂടെ ഓർമ്മിക്കുന്നതിനു വേണ്ടി എന്നെ ചെറുതായൊന്ന് തട്ടിയുണർത്താൻ ഞാൻ പ്രപഞ്ചത്തോട് ആവശ്യപ്പെടാറുണ്ട്. ഈ തട്ടിയുണർത്തൽ ഞാൻ അറിയാതെ എന്തിലെങ്കിലും മുട്ടുന്നതായോ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീഴുന്നതായോ ഒരു വലിയ ശബ്ദമായോ സൈറൻ മുഴങ്ങുന്നതായോ ഒക്കെ സംഭവിക്കാം. ഈ സൂചന കിട്ടിയാലുടൻ ഞാൻ സ്വയം ചോദിക്കും, എന്താണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്? എൻ്റെ വികാരാനുഭവം എന്താണ്? എനിക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടോ? ഞാൻ ഇത് ചെയ്യുന്ന നിമിഷത്തിൽ എനിക്ക് അതേക്കുറിച്ച് ശരിയായ ബോധം ഉണരുന്നു. എനിക്ക് ബോധമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്ന ആ നിമിഷത്തിൽ നിങ്ങൾ അതിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ബോധം കൈവരുന്നു. ശക്തിയുടെ യഥാർത്ഥ രഹസ്യം ആ ശക്തിയെക്കുറിച്ചുള്ള ബോധം തന്നെയാണ്. ചാൾസ് ഹാനലിൻ്റെ വാക്കുകളാണ് മേൽ പറഞ്ഞത്. ഈ രഹസ്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാനാകുമ്പോൾ, അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു. ആകർഷണ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി തുടങ്ങിയാൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന ഒരു ശീലം വളർത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം ലഭിക്കും. ആ ആവശ്യത്തിനായി ഈ പുസ്തകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. ഞാനീ വായിക്കുന്നത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്